ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പുതിയ കാലഘട്ടത്തിന്റെ ഉദയമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പ്രാർത്ഥനയിലും ആഘോഷ പരിപാടികളിലും പങ്കുചേർന്നു. കേരളത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്തു. ദേശീയ ബാലപുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ചൈനയിലെ യുനാൻ പ്രവിശ്യയിലുണ്ടായ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട 47 പേർക്കായി തെരച്ചിൽ തുടരുന്നു. ഹോക്കിയിൽ ഇന്ത്യൻ പുരുഷ ടീമിന്റെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നു. 12:20 12:30 ഇടയിലുള്ള മുഹൂർത്തത്തിൽ പുതുതായി പണിതീർത്ത ക്ഷേത്രത്തിൽ ശ്രീരാമന്റെ ബാലവിഗ്രഹം പ്രതിഷ്ഠിച്ചു. 1 മണിവരെ നീണ്ടുനിന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ യജമാനനായിരുന്നു. വാരാണസിയിലെ പണ്ഡിത ശ്രേഷ്ഠരായ ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡ്, ലക്ഷ്മികാന്ത് ദീക്ഷിത് എന്നിവർ രാംലല്ല പ്രതിഷ്ഠാ ചടങ്ങിന് നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, രാഷ്ട്രീയ സ്വയം സേവക സംഘം സർസംഘ് ചാലക് മോഹൻ ഭാഗവത് തുടങ്ങിയവർ പങ്കെടുത്തു. രാംലല്ലയുടെ പ്രതിഷ്ഠാവേളയിൽ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടിയും നടന്നു. പ്രാണപ്രതിഷ്ഠ നടന്നതോടെ പുതിയ കാലഘട്ടത്തിന്റെ ഉദയമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്നും എത്ര കാലം കഴിഞ്ഞാലും ഇന്നത്തെ ദിവസം ലോകം ഓർത്തിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം നടന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 22 जनवरी 2024 का ये सूरज एक अद्भुत आभा लेकर आया है. ये एक नए काल चक्र का उद्गम है. आज से 1000 साल बाद भी लोग आज की इस तारीख की, आज के इस पल की चर्चा करेंगे. ये समय सामान्य समय नहीं है. ये काल के चक्र पर सर्वकालिक शाही से अंकित हो रही अमिट स्मृति रेखाएं हैं. ലോകമെമ്പാടുമുള്ള രാമഭക്തർ അഭിമാനത്തിലും സന്തോഷത്തിലുമാണെന്ന് യോഗത്തിൽ സംസാരിച്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഇന്ത്യയുടെ അഭിമാനം ഉയർന്നതായും ലോകം മുഴുവൻ സന്തോഷിക്കുന്നതായും ശ്രീ മോഹൻ ഭഗവത് അഭിപ്രായപ്പെട്ടു. ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച തൊഴിലാളികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. പുനരുദ്ധാരണം നടത്തിയ പുരാതന ശിവക്ഷേത്രം കുബേർ തിലയിൽ അദ്ദേഹം ദർശനം നടത്തി. അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള വിശിഷ്ട വ്യക്തികൾ സന്നിഹിതരായിരുന്നു. മുൻ പ്രധാനമന്ത്രി എച്ച്.ഡി. ദേവഗൌഡ, ടി.ഡി.പി നേതാവ് ചന്ദ്രബാബു നായിഡു, കേന്ദ്രമന്ത്രി അമിത് ഷാ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾക്കൊപ്പം നൊബേൽ ജേതാവ് കൈലാഷ് സത്യാർത്ഥി, വ്യവസായ പ്രമുഖരായ മുകേഷ് അംബാനി, സുനിൽ മിത്തൽ തുടങ്ങിയവർ, അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, മാധുരി ദീക്ഷിത് ഉൾപ്പെടെയുള്ള ചലച്ചിത്ര താരങ്ങൾ, സച്ചിൻ ടെണ്ടുൽക്കർ, അനിൽ കുംബ്ലെ, സൈന നെഹ്വാൾ തുടങ്ങിയ കായിക താരങ്ങൾ, വിവിധ മത സാമുദായിക പ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി സോനു നിഗം, ശങ്കർ മഹാദേവൻ, അനുരാധ പട്വാൾ എന്നിവരുടെ നേതൃത്വത്തിൽ രാമഭജനും അരങ്ങേറി. പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അശ്വിനി വൈഷ്ണവ് എന്നിവരും ബിജെപി അധ്യക്ഷൻ ജെ.പി. നദ്ദയും ന്യൂഡൽഹിയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥന നടത്തി. അയോധ്യയിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷയ്ക്കായി 8000 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു. ഡ്രോൺ നിരീക്ഷണവും ഏർപ്പെടുത്തി. ആവശ്യമെങ്കിൽ വൈദ്യസഹായം നൽകുന്നതിനായി ഡൽഹി എയിംസിൽ നിന്നുള്ള മെഡിക്കൽ സംഘവും രംഗത്തുണ്ടായിരുന്നു. 2019 സുപ്രീംകോടതി വിധിക്ക് ശേഷം 2020 ഓഗസ്റ്റ് 5-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടത്. പരമ്പരാഗത നാഗര ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. 380 അടി നീളവും 250 അടി വീതിയും 161 അടി ഉയരവുമാണ് ക്ഷേത്രത്തിനുള്ളത്. 3 നിലകളിലായി പണിതു തീർത്തിരിക്കുന്ന ഈ മന്ദിരത്തിൽ 392 തൂണുകളും 44 വാതിലുകളുമുണ്ട്. താഴത്തെ നിലയിലെ പ്രധാന ശ്രീകോവിലിൽ ശ്രീരാമന്റെ ബാലക രൂപമാണ് പ്രധാന പ്രതിഷ്ഠ. നൃത്യമണ്ഡപം, രംഗമണ്ഡപം, സഭാമണ്ഡപം, പ്രാർത്ഥനാ മണ്ഡപം, കീർത്തന മണ്ഡപം എന്നിങ്ങനെ 5 മണ്ഡപങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത്. ഹിന്ദു ദേവീദേവന്മാരുടെ രൂപങ്ങൾ തൂണുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ക്ഷേത്ര സമുച്ചയത്തിന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്ത് കുബേർ ടീലയിൽ ശിവഭഗവാന്റെ പുരാതന ക്ഷേത്രം പുനർനിർമ്മിച്ചതിനൊപ്പം ജഡായുവിന്റെ പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ഒരിടത്തും ഇരുമ്പ് ഉപയോഗിക്കുന്നില്ലെന്നുള്ളതും പ്രത്യേകതയാണ്. ജലശുദ്ധീകരണ സംവിധാനം, അഗ്നിസുരക്ഷയ്ക്കായുള്ള ജലവിതരണം, സ്വതന്ത്ര വൈദ്യുത നിലയം എന്നിവയും ക്ഷേത്ര സമുച്ചയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
അയോധ്യ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പ്രാർത്ഥനയിലും ആഘോഷ പരിപാടികളിലും പങ്കുചേർന്നു. സീതാദേവിയുടെ ജന്മസ്ഥലമായി കരുതപ്പെടുന്ന നേപ്പാളിലെ ജാനകി മന്ദിർ ദീപപ്രഭയാൽ അലങ്കരിച്ചു. ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിലും ന്യൂജേഴ്സിയിലെ ഓം ശ്രീ ബാലാജി ക്ഷേത്രത്തിലും വിശ്വാസികൾ ഒത്തുകൂടി. മെക്സിക്കോയിലെ ആദ്യ രാമക്ഷേത്രം ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടനിലെ ലണ്ടനിൽ ബ്രഹ്മർഷി മിഷൻ ആശ്രമത്തിലും വിശ്വാസികൾ പ്രാർത്ഥനാ പരിപാടികൾ സംഘടിപ്പിച്ചു. ശ്രീലങ്കയിൽ സീതാ അമ്മൻ ക്ഷേത്രം, ശ്രീ ഭക്തഹനുമാൻ ക്ഷേത്രം എന്നിവിടങ്ങളിൽ പ്രത്യേക പൂജയും അന്നദാനവും നടന്നു. കേരളത്തിലും വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ക്ഷേത്രങ്ങളും വീടുകളും കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ചടങ്ങുകൾ നടന്നത്. വിവിധ ക്ഷേത്രങ്ങളിൽ പ്രാണപ്രതിഷ്ഠയുടെ തത്സമയ സംപ്രേഷണം ഒരുക്കിയിരുന്നു. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉൾപ്പെടെ പ്രത്യേക ചടങ്ങുകൾ നടന്നു. വഴുതക്കാട് രമാദേവി ക്ഷേത്രത്തിലെ ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്തു. കോട്ടയം രാമപുരം ക്ഷേത്രത്തിലെ ചടങ്ങിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പങ്കെടുത്തു. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. പ്രതിഷ്ഠാ ചടങ്ങുകളോടെ ചരിത്രപരമായ ഒരു ഘട്ടം പൂർത്തിയാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്രതം ശ്രീരാമനോടുള്ള സമ്പൂർണ്ണ ഭക്തിയുടെ ഉദാഹരണമാണെന്നും രാഷ്ട്രപതി കത്തിൽ ചൂണ്ടിക്കാട്ടി. പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ജനങ്ങളെ അഭിനന്ദിച്ചു. ദേശീയ അഭിമാനത്തിന്റെ പുനരുജ്ജീവനത്തിനെ അടയാളപ്പെടുത്തുന്ന ആഘോഷ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ ശ്രീ ധൻഖർ പറഞ്ഞു. പ്രാണപ്രതിഷ്ഠയുടെ തത്സമയ സംപ്രേഷണത്തിനോ പ്രത്യേക പൂജകൾക്കോ സംസ്ഥാനത്ത് വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്ന് തമിഴ്നാട് സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. എന്നാൽ പ്രതിഷ്ഠാ ചടങ്ങുകളുടെ തത്സമയ സംപ്രേഷണം കാണാൻ ശ്രീകാമാക്ഷിയമ്മൻ ക്ഷേത്ര പരിസരത്ത് LED സ്ക്രീനുകൾ അനുവദിക്കാത്തതിന് തമിഴ്നാട് സർക്കാരിനെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിമർശിച്ചു. ഭക്തരുടെ അടിസ്ഥാന അവകാശങ്ങളുടെ ലംഘനമാണിതെന്ന് കേന്ദ്രമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ക്ഷേത്രത്തിൽ നടന്ന ഭജനയിൽ ശ്രീമതി നിർമ്മല സീതാരാമൻ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ദേശീയ ബാല പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. കല, സംസ്കാരം, ധീരത, സാമൂഹിക സേവനം, കായികം തുടങ്ങിയ മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച 5നും 18നും ഇടയിൽ പ്രായമുള്ള 19 കുട്ടികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. തെക്കുപടിഞ്ഞാറൻ ചൈനയിലെ യുനാൻ പ്രവിശ്യയിലുണ്ടായ മണ്ണിടിച്ചിലിൽപ്പെട്ട 47 പേർക്കായി തെരച്ചിൽ തുടരുന്നു. ഷാവോട്ടോങ് നഗരത്തിലെ ലിയാങ് ഷുയി ഗ്രാമത്തിൽ ഇന്ന് പുലർച്ചെയാണ് ദുരന്തമുണ്ടായത്. മേഖലയിൽ നിന്ന് 200-ലധികം ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. 3 ദിവസത്തെ സന്ദർശനത്തിനായി നൈജീരിയയിലെത്തിയ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് നടക്കുന്ന 6ാമത് ഇന്ത്യ നൈജീരിയ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ നൈജീരിയൻ വിദേശകാര്യമന്ത്രി യൂസഫ് ടഗറിനൊപ്പം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനത്തിന്റെ ഭാഗമായി പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഇന്ത്യൻ അംബാസിഡർമാരുമായി അദ്ദേഹം ഇന്നലെ ചർച്ച നടത്തിയിരുന്നു. മേഖലയിലെ ഇന്ത്യയുടെ ബന്ധങ്ങളും സൌഹൃദം ശക്തമാക്കാൻ വേണ്ട നടപടികളും അദ്ദേഹം വിലയിരുത്തി. നൈജീരിയയിലെ ഇന്ത്യൻ സമൂഹവുമായും ശ്രീ ജയശങ്കർ സംവദിച്ചു. ആകാശവാണി ആരാധന എന്ന പുതിയ ഡിജിറ്റൽ സ്ട്രീമിംഗ് ചാനൽ ആരംഭിച്ചു. യൂട്യൂബിൽ ആകാശവാണി ആരാധന എന്ന പേരിലും ന്യൂസ് ഓൺ AIR ആപ്പിലും ചാനൽ ലഭ്യമാണ്. ഇന്ത്യയുടെ നാഗരികത, സാംസ്കാരിക പ്രതിബദ്ധത, വസുധൈവ കുടുംബകം എന്ന ആശയം എന്നിവ പ്രതിഫലിപ്പിക്കുന്ന പരിപാടികളാണ് ചാനൽ പ്രക്ഷേപണം ചെയ്യുകയെന്ന് ആകാശവാണി പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ വസുധ ഗുപ്ത പറഞ്ഞു. ഹോക്കിയിൽ ഇന്ത്യൻ പുരുഷ ടീമിന്റെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് തുടക്കമായി. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഫ്രാൻസിനെ നേരിടുന്നു. നെതർലൻഡ്സ്, ആതിഥേയരായ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളുമായും ഇന്ത്യ ഏറ്റുമുട്ടും. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ 78ാം സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡെന്നിസ് ഫ്രാൻസിസ് 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ഇന്ത്യ UN ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ഇന്ത്യയുടെ മുൻഗണനകളെയും ആഗോള വെല്ലുവിളികളെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറുന്നതിനുമുള്ള അവസരമാണ് സന്ദർശനത്തിലൂടെ ലഭിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പുതിയ കാലഘട്ടത്തിന്റെ ഉദയമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പ്രാർത്ഥനയിലും ആഘോഷ പരിപാടികളിലും പങ്കുചേർന്നു. കേരളത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്തു. ദേശീയ ബാല പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ചൈനയിലെ യുനാൻ പ്രവിശ്യയിലുണ്ടായ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട 47 പേർക്കായി തെരച്ചിൽ തുടരുന്നു. ഹോക്കിയിൽ ഇന്ത്യൻ പുരുഷ ടീമിന്റെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.